പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ദക്ഷിണ റെയിൽവേയിലെ തൊഴിലാളികൾ ജനറൽ മാനേജറുടെ ഓഫീസിന് മുമ്പിലേക്ക് ഈ വരുന്ന 29-ാം തീയതി കാലത്ത് മാർച്ച് ചെയ്യുകയാണ്. റെയിൽവേയിൽ കോടതി ഉത്തരവ് പ്രകാരം സീക്രട്ട് ബാലറ്റിലൂടെ റഫറൻഡം നടന്ന് ആ റഫറൻഡത്തിൽ റെയിൽവേ തൊഴിലാളികൾ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന് ചരിത്ര വിജയം നൽകിയിട്ടും തൊഴിലാളികൾ നൽകിയ അംഗീകാരത്തെ അംഗീകരിക്കുവാൻ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് റെയിൽവേ അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഈ തൊഴിലാളി മുന്നേറ്റം നടക്കാൻ വേണ്ടി പോകുന്നത്. പ്രേം എന്ന സംവിധാനം, പാർട്ടിസിപ്പേഷൻ ഓഫ് റെയിൽവേ എംപ്ലോയീസ് ഇൻ മാനേജ്മെന്റ് എന്ന സങ്കല്പം വളരെ നല്ലതാണ്. എന്നാൽ അംഗീകാര റെയിൽവേ ട്രേഡ് യൂണിയനുകളെ ഒരു കാര്യത്തിലും മുഖവിലക്കെടുക്കാതെ, ദേശീയ ഫെഡറേഷനുകളെ മുഖവിലക്കെടുക്കാതെ ഏകപക്ഷീയമായി തൊഴിൽ ഒഴിഞ്ഞുകിടക്കുന്ന തൊഴിലിടങ്ങളിൽ തൊഴിലാളികളെ നിയമിക്കാതെയും ആളെക്കുറപ്പും തസ്തിക സറണ്ടറും നിരന്തരം നടത്തിക്കൊണ്ട് റെയിൽവേയിൽ ഏകാധിപത്യപരമായ നിലപാടുകൾ, ബ്യൂറോക്രാറ്റിക് നിലപാടുകൾ നിരന്തരം പുലർത്തുന്ന ബ്യൂറോക്രസി, ആളെക്കുറപ്പ് മൂലം, പണിയെടുക്കാൻ ആളില്ലാത്തത് മൂലം അമിത ജോലിഭാരം അനുഭവിക്കേണ്ട തൊഴിലാളികളെ ചാർജ് ഷീറ്റ് നൽകിയും കനത്ത ശിക്ഷാ നടപടികളിലൂടെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനായി ചർച്ചാവേദികളെ ഉപയോഗപ്പെടുത്താനുള്ള, അവയിൽ തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ തൊഴിലാളി സംഘടനകളിലൂടെ മുഴങ്ങിക്കേൾക്കാനുള്ള ഒരു അവസരമാണ് പാർട്ടിസിപ്പേഷൻ ഓഫ് റെയിൽവേ എംപ്ലോയീസ് ഇൻ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ സംവിധാനത്തെ നോക്കുകുത്തിയാക്കി നിർത്തിയ സർക്കാരും അതുപോലെ തന്നെ റെയിൽവേ ഭരണകൂടവും ഇപ്പോൾ തൊഴിലാളികൾ അംഗീകരിച്ചിട്ടും പ്രേമിന്റെ ഒരു സൌകര്യങ്ങളും ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന് നൽകാത്തത് ഈ റെയിൽവേ ഭരണകൂടത്തിന്റെ നിഷേധാത്മക നിലപാടിനെയും ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഏകാധിപത്യ പ്രവണതയെയുമാണ് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ബ്യൂറോക്രാറ്റിക് നിലപാടിനെതിരെ റെയിൽവേ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടുള്ള തൊഴിലാളി സംഘടനകളുടെ ഐക്യത്തിലൂടെ സമരം നടത്തി മുന്നേറിയ പോരാട്ടങ്ങൾ നയിച്ചിട്ടുള്ള ഒരു നൂറ്റാണ്ടിലധികം കാലത്തിന്റെ ചരിത്ര പാരമ്പര്യമുള്ള ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ റെയിൽവേ ഭരണകൂടത്തിന് നൽകുന്ന മുന്നറിയിപ്പായി 29-ാം തീയതി കാലത്ത് നടക്കുന്ന ജനറൽ മാനേജർ ഓഫീസിലേക്കുള്ള മാർച്ച് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുവാൻ എല്ലാ റെയിൽവേ തൊഴിലാളികളും അണിനിരക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. അഭിവാദ്യങ്ങളോടെ മാത്യു സിറിയക്, സോണൽ വൈസ് പ്രസിഡന്റ്, ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ.